ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഒരിക്കൽ കൂടെ ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹ വന്ദനം. ദൈവാസ്തിത്വത്തെക്കുറിച്ച് നാം ചിന്തിച്ചു വരുന്നല്ലോ. തൃത്വം എന്ന പദം ബൈബിളിൽ ഉണ്ടോ എന്ന് സാധാരണ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ബൈബിളിൽ ഇല്ല എന്നത് സത്യമാണ്. പക്ഷേ ആ പദത്തെ സാധൂകരിക്കുന്ന വേദോപദേശങ്ങൾ ബൈബിളിൽ ധാരാളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്നെന്ന വാക്ക് ഐക്യതയെയും അതേപോലെ ഒന്ന് എന്ന അക്കത്തെയും അത് അർത്ഥമാക്കുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 17:11 അതേപോലെ 21, 23 ഈ വാക്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. 1 യോഹന്നാൻ 5:7 ആ കാര്യങ്ങൾ ശ്രദ്ധയോടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ വാക്യങ്ങളിലെല്ലാം ഐക്യത എന്നാണ് അതിന് അർത്ഥം. എന്നിരുന്നാലും ഈ 3 വ്യക്തിത്വങ്ങളും പിതാവും പുത്രനും അഥവാ വചനവും പരിശുദ്ധാത്മാവും ഓരോരുത്തരും എണ്ണത്തിലും വ്യക്തിത്വത്തിലും ഓരോന്നായി ദൈവവചനം വെളിപ്പെടുത്തുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1 കൊരിന്ത്യ ലേഖനം 8:6, എഫേസ്യ ലേഖനം 4:3-6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ പിതാവായ ഏക ദൈവവും ക്രിസ്തു എന്ന ഏക കർത്താവും ഒരു പരിശുദ്ധാത്മാവും ഉണ്ട് എന്ന് അവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധേയമാണ്. അങ്ങനെ ദൈവിക ആളത്വത്തിലും ദൈവിക ബഹുത്വത്തിലും 3 വ്യത്യസ്ത വ്യക്തികളുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. പിതാവ് ദൈവം എന്ന് വിളിക്കപ്പെടുന്നതായിട്ട് നമുക്ക് 1 കൊരിന്ത്യ ലേഖനം 8:6 കാണാം. അതേപോലെ തന്നെ പുത്രൻ ദൈവമെന്ന് വിളിക്കപ്പെടുന്നു. അത് ഏശയ്യാ പ്രവചനം 9:6-7 വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എബ്രായ ലേഖനം 1:8 തുടങ്ങിയ വാക്യങ്ങള്, അതേപോലെ യോഹന്നാന്റെ സുവിശേഷം 11:2, 20:28 ഇവിടെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ദൈവമെന്നും വിളിക്കപ്പെടുന്നതായിട്ട് കാണാവുന്നതാണ്. അപ്പസ്തോല പ്രവൃത്തികൾ 5:3-4 വരെയുള്ള വാക്യങ്ങൾ, ഈ വാക്യങ്ങളെല്ലാം ചേർത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ പിതാവ് ദൈവം, പുത്രൻ ദൈവം, അതേപോലെ പരിശുദ്ധാത്മാവ് ദൈവം തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. ദൈവത്തിന്റെ പേരുകൾ ദൈവത്തിന്റെ ആ ബഹുത്വത്തെ തെളിയിക്കുന്നതായിട്ട് എബ്രായ പദമായ ഏലോഹീം അത് ദൈവത്തിന് ഉപയോഗിച്ചിരിക്കുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാം. ഈ പദം ഏതാണ്ട് 2700-അധികം പ്രാവശ്യം പഴയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ഒരേ സമയം ബഹുവചനവും ഏകവചനവും ആണ്. ഉൽപ്പത്തി പുസ്തകം 1:26 നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എന്നും 3:22 മനുഷ്യൻ നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു എന്നും കാണുന്നത് ബഹുവചനത്തെ അത് തെളിയിക്കുന്നതാണ്, അഥവാ ബഹുത്വത്തെ അത് കാണിക്കുന്നതാണ്. മത്തായി സുവിശേഷം 28:19, 2 കൊരിന്ത്യ ലേഖനം 13:14, 1 കൊരിന്ത്യ ലേഖനം 12:4-6 വരെ, 1 യോഹന്നാന്റെ ലേഖനം 5:7 തുടങ്ങിയ അനേക വാക്യങ്ങൾ ബൈബിളിൽ തൃത്വത്തിന് വളരെ ആധാരമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ബൈബിളിലെ വിഷയങ്ങൾ പലതും യുക്തി കൊണ്ട് വിവരിക്കുവാനായിട്ട് അത് പ്രയാസമാണ്. ദൈവം, സ്വർഗം, നരകം, മുൻനിയമനം, സഭയുടെ ഉത്പ്രാവണം തുടങ്ങിയ വിഷയങ്ങള് ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് വിശ്വസിക്കുക മാത്രമാണ് നമുക്ക് പരിഹാരമായിട്ട് ഉള്ളത്. ദൈവത്തോടു കൂടിയ 3 വ്യത്യസ്ത വ്യക്തികളെ വെളിപ്പെടുത്തുമ്പോൾ തന്നെ ദൈവം ഏകനാണ്. എന്നാൽ ഗണിതശാസ്ത്രപ്രകാരം പലപ്പോഴും മനുഷ്യർക്കത് അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല എന്നത് നാം ചിന്തിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ തന്നെ നാം ഓർക്കണം, 1+1+1 അത് 3 എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ 1x1 അത് എടുക്കുമ്പോൾ 1 തന്നെ നമുക്ക് കിട്ടുന്നു. അഥവാ ഒന്നുകൂടി ഒരു 1ന്റെ പുറത്ത് 2 പ്രാവശ്യം കൂടി 1 വരച്ചാലും അത് 1 തന്നെ ആയിരിക്കും. അത് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. മനുഷ്യൻ ദേഹം, ദേഹി, ആത്മാവ് ചേർന്നതാണ് മനുഷ്യൻ. 3 ഘടകങ്ങൾ മനുഷ്യനിലുണ്ട്. അതേപോലെ ജലം, ഹരം, ദ്രാവകം, വാതകം അഥവാ H2O അടങ്ങിയതാണ്. അവിടെയും 3 ഘടകങ്ങൾ
നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സൂര്യപ്രകാശത്തിൽ രാസശക്തിയുടെ ധാര, പ്രകാശവാഹക ധാര, ഉഷ്ണജനക ധാര എന്നീ 3 ഭാഗങ്ങൾ ഉണ്ട്. അപ്പോൾ തന്നെ അതെല്ലാം പ്രകാശം തന്നെ എന്നും നമുക്ക് അറിയാവുന്നതാണ്. അങ്ങനെ ഭൗതിക കാര്യങ്ങളിൽ പോലും പലത് 3 ഘടകങ്ങൾ ഒന്നായി നാം കാണുന്നുവെങ്കിൽ ദൈവിക തത്വത്തെ നമുക്ക് എങ്ങനെ അതിനെ തള്ളിക്കളയുവാനായിട്ട് സാധിക്കും? എന്നാൽ പലപ്പോഴും പലരും അവരുടെ നിരീക്ഷ ഹൃദയത്തിൽ പലതും അങ്ങനെ പറയാറുണ്ട്. എന്നാൽ ദൈവത്തിന്റെ അഥവാ ദൈവിക തൃത്വം വിശുദ്ധ ബൈബിളിൽ നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. പ്രിയമുള്ളവരെ, അതെ, ദൈവത്തിന്റെ വചനമെല്ലാം അക്ഷരം പ്രതി നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെയുള്ള ദൈവികമായ എല്ലാ വിഷയങ്ങളും ശക്തമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന യാഥാർത്ഥ്യമാണ്. ദിവസങ്ങളിൽ കർത്താവിന്റെ വരവിന്റെ ലക്ഷ്യങ്ങൾ ഓരോന്നായി നമ്മൾ കാണുന്നു. അഥവാ ഈ ദിവസവും വളരെ പ്രകൃതിക്ഷോഭം നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. അഥവാ ആ വയനാടിന്റെ പ്രദേശത്ത്, കോഴിക്കോടിന്റെ പ്രദേശത്ത് അവിടേക്ക് ഉണ്ടായതായ ഉരുൾപൊട്ടലിൽ അനേകർ ഇപ്പോൾ തന്നെ മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലും അന്ത്യകാലത്ത് പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകും, അഥവാ ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങും ഇത്യാദി പ്രവചനങ്ങളെല്ലാം നിറവേറിക്കൊണ്ടിരിക്കുന്നത് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. ഇതിനെല്ലാം ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായ മറുപടിയുണ്ട്. അതെ, അവിടെ ദുഃഖത്തിലും പ്രയാസത്തിലും ആ മരണപ്പെട്ടവർ, അവരുടെ ബന്ധുക്കൾ, പ്രിയപ്പെട്ടവർ, അവരെയൊക്കെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര ഭാഗ്യവാൻ ഞാൻ, ഈ ലോകയാത്രയിൽ എന്നെ കരുതുവാൻ യേശുണ്ടെന്നും. എന്തൊരാനന്ദമേ ക്രിസ്തീയ ജീവിതമേ, നാഥൻ പടകിലുണ്ടെന്നും തുണയായി. എത്ര ഭാഗ്യവാൻ ഞാൻ, ഈ ലോകയാത്രയിൽ എന്നെ